ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴേ നമുക്ക് സ്ഥിരം മീൻ തരുന്ന ഒരാളാണ്. പുള്ളി തിരണ്ടി നമുക്ക് തന്നത്. തിരണ്ടി തന്നിട്ട് ഒരു 1/2 കിലോ മേളിൽ കാണും. കുറച്ച് കരളൂടെ കിട്ടി. അത് പക്ഷേ ഇവിടെ കരളധികം ചിലവാകത്തില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കുറച്ചൊക്കെ കോഴിക്ക് ഇട്ട് കൊടുത്ത് ബാക്കി എനിക്ക് മനസ്സിൽ പിടിച്ച ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. തിരണ്ടിയുടെ കരളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ മറന്നത്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ചെമ്മീനുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളിക്ക് ആടുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പി ചേർത്ത് കൊടുക്കാം. ഇത് വാരട്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് തോനെ ആയിക്കോട്ടെ. ഇളക്കി കൊടുക്കാം. ഈ കരൾ അങ്ങോട്ട് വാടിയിട്ടുണ്ടേ ഭയങ്കര എണ്ണയുടെ ഒരു ഇതാവുന്നു. ഇതിലേക്ക് നമുക്ക് കരൾ ചേർത്ത് കൊടുക്കാം. കുറേ തോനെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കോഴിക്കിട്ട് കൊടുക്കും. ചെറിയ തീരിടുന്നതൊന്നും ശരിയായി വരട്ടെ. അപ്പം അങ്ങ് ഉരുകി എണ്ണ പോലെ ആവുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണ വളരെ കുറച്ചാണ് ചേർക്കാൻ ഉള്ളിയൊക്കെ വാട്ടിയിരിക്കുന്നത്. മുളക് പൊടി, പച്ചമുളകൊക്കെ ചേർത്ത് ചേർത്തിട്ടുണ്ട്. ഇത് മുളക് പൊടി കുറച്ചുണ്ട്. ഇവിടെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇങ്ങനെ കരൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് ഗ്രേവി പോലെ അങ്ങ് ആവും. അതായത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതൊക്കെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പറ്റും. നമ്മൾ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ കരൾ ഫ്രൈ ചെയ്തതൊക്കെ ആയിരിക്കത്തില്ല. ലിക്വിഡ് പോലെ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഞാൻ ചെയ്ത് ഇപ്പം സംഭവം നല്ല ടേസ്റ്റുണ്ട്. എന്തായാലും അങ്ങനെ തിരണ്ടിയുടെ കരൾ ഫ്രൈ റെഡിയായി.